ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ രണ്ട് നെയിമിംഗ് റിയാക്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം ഏതൊക്കെ നെയിമിംഗ് റിയാക്ഷൻസ് ആണെന്ന് ചോദിച്ചാൽ സ്റ്റീഫൻ റിയാക്ഷൻ ആൻഡ് സെക്കൻഡ് കേസ് ഇട്ടാർഡ് റിയാക്ഷൻ. അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻ ഒരു കോമൺ ഫാക്ടറുണ്ട്. കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടും നമ്മുടെ ആൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് എന്ന് നമുക്ക് വേണേൽ പറയാൻ പറ്റും. ഓക്കെ, സ്റ്റീഫൻ റിയാക്ഷനും ഇട്ടാർഡ് റിയാക്ഷനും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാണാൻ പോകുന്നത് സ്റ്റീഫൻ റിയാക്ഷനാണ്. സോ സ്റ്റീഫൻ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റീഫൻ റിയാക്ഷനിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു നൈട്രൈൽ ഗ്രൂപ്പുണ്ട്. സോ നൈട്രൈൽ RCN എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വന്ന് നമ്മുടെ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് ഇമ്മീൻ ഉണ്ടാകുന്നു. ഇമ്മീൻ എന്ന് പറയുമ്പോഴത്തേക്കും RCH ഡബിൾ ബോണ്ട് NH. ഓക്കെ, RCH ഡബിൾ ബോണ്ട് NH. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റീജൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാനസ് ക്ലോറൈഡും അതുപോലെ HCl ആണ് നമ്മളെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്കിവിടുത്തെ ഒരു പ്രൈമറി മീൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് വരുന്നതാണ് നമ്മുടെ ആൽഡിഹൈഡ്. സോ കറസ്പോണ്ടിങ് ആയിട്ട് ആൽഡിഹൈഡ് വരും. സോ RCHO. അതായത് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? നമ്മൾ തുടങ്ങിയെന്ന് പറയുമ്പോഴത്തേക്കും RCN വെച്ചാണ് തുടങ്ങിയത് അല്ലേ? സോ RCNയും തുടങ്ങി അതിനെ സ്റ്റാനസ് ക്ലോറൈഡും HClഉം വെച്ച് ട്രീറ്റ് ചെയ്തു. സോ പിന്നെ നമുക്ക് കിട്ടിയ സാധനമാണ് ഇമ്മീൻ. ഈ ഒരു ഇൻ്റർമീഡിയറ്റ് നമ്മൾ പറയുന്ന പേരാണ് ഇമ്മീൻ എന്ന് പറയുന്നു. സോ അതിനെ ഫെർദർ റിയാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൽഡിഹൈഡ് കിട്ടുന്നത്. സോ ഈ ഫെർദർ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഹൈഡ്രോളിസിസ് ആണ് ചെയ്യുന്നത്. H3O+ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പറയാൻ പറ്റും. ഓക്കെ, അതാണ് സ്റ്റീഫൻ റിയാക്ഷൻ. ഇനി സെക്കൻഡ് കേസാണ് ഇട്ടാർഡ് റിയാക്ഷൻ. ഇട്ടാർഡ് റിയാക്ഷനും നമ്മുടെ സിമിലറായിട്ട് ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതാണ്. സോ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഇതായിരിക്കും നമുക്ക് വരുന്നത്. ഇപ്പോൾ സപ്പോസ് നമുക്ക് എടുക്കുവാണെങ്കിൽ ടോളുവീൻ എടുക്കാം. ടോളുവീൻ എന്ന് പറയുമ്പോഴത്തേക്കും മേൽ CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു അല്ലേ? CH3 ഗ്രൂപ്പ്. സോ ഇതിനെ എന്താണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ക്രോമൈൽ ക്ലോറൈഡ് വെച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത്. ക്രോമൈൽ ക്ലോറൈഡ്, അതായത് CrO2Cl2 ഇത് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. ഇൻ പ്രസൻസ് ഓഫ് കാർബൺ ഡൈസൾഫൈഡ് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ക്രോമിയം കോംപ്ലക്സ് ആണ് ആദ്യം ഉണ്ടാകുന്നത്. സോ ക്രോമിയം കോംപ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്, അതായത് CH3 പോയി ഇവിടെ CH ബ്രാക്കറ്റ് വരുമ്പോഴത്തേക്കും CrOHCl2 ട്വൈസ്. ഓക്കെ, ഞാൻ അവിടെ ഇടയില്ലാത്തതുകൊണ്ട് താഴോട്ട് എഴുതിയത്. ഇങ്ങനൊരു ഇതാണ് നമുക്കവിടെ കിട്ടുമെന്ന് പറയാൻ പറ്റും. ഇനിയും ഇതിനെ ഫർദർ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് വരുന്നത്. സോ ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് ബെൻസീൻ റിങ്ങിൻ്റെ കേസിലായതുകൊണ്ട് ഇവിടെ നമുക്ക് കിട്ടുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ബെൻസാൽഡിഹൈഡ് ആയിരിക്കും, CH3. അതായത് നമ്മുടെ ബെൻസീൻ അറ്റാച്ച് ചെയ്ത ടോളുവീനാണ് സ്റ്റാർട്ടിങ് മെറ്റീരിയൽ. അതുകൊണ്ട് നമ്മൾ അതിനെ ക്രോമൈൽ ക്ലോറൈഡും കാർബൺ ഡൈസൾഫൈഡും വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ക്രോമിയം കോംപ്ലക്സ് ആണ് ഉണ്ടാകുന്നത്. അതിനെ ഫെർദർ ട്രീറ്റ് ചെയ്യുന്നു. മീൻസ് ഇവിടെ H3O+ ആണ് ആഡ് ചെയ്യുന്നത്. അതായത് ഹൈഡ്രോണിയം അയോൺസ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫർദർ ടോളുവീൻ ഇവിടെ CH
OH ആണ് വരുന്നത്. സോറി, മൈ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ആ രണ്ട് റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റിയാക്ഷനാണ് നമ്മൾ കണ്ടത്, സ്റ്റീഫൻ റിയാക്ഷൻ. അതായത് നമ്മുടെ RCN, അതായത് നൈട്രൽ ഗ്രൂപ്പിനെ അഥൈനൈൽ ക്ലോറൈഡും സ്റ്റാനസ് ക്ലോറൈഡും HCl വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഇമ്മീൻ കിട്ടുന്നു. ഇമ്മീനെ പിന്നെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴത്തേക്കും RCHO കിട്ടുന്നു, ആൽഡിഹൈഡ് കിട്ടുന്നു. സെക്കൻഡ് റിയാക്ഷനാണ് നമ്മുടെ എട്ടാർഡ് റിയാക്ഷൻ എന്ന് പറയുന്നു. സോ എട്ടാർഡ് റിയാക്ഷനിൽ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ടൊളുവീനാണ്. അതിനെ കാർബൺ ഡൈസൾഫൈഡും ക്രോമിയം ക്ലോറൈഡും വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ക്രോമിയം കോംപ്ലക്സ് ഉണ്ടായി. അതിനെ ഫെർദർ ട്രീറ്റ് ചെയ്യുന്നു, H3O+ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൽഡിഹൈഡ് വരുന്നു. അപ്പം ഇത്രയായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.